എന്നാലും എൻ്റെ ദൈവമേ, ഇങ്ങനെ ഒരു നിർഗുണം പിടിച്ച ഒരു ടീമായി പോയല്ലോ രാജസ്ഥാൻ റോയൽസ്. ജയിക്കേണ്ട 2 മത്സരം, ഒന്ന് ഡൽഹിക്കെതിരെയും ഇന്ന് ലക്നൌവിനെതിരെയും കൊണ്ട് കളഞ്ഞെന്ന് പറയുവാണെങ്കിൽ ഇമ്മാർ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കോണം. ഇത്രയും ഒരു ഗതികെട്ടവന്മാർ ദൈവമേ ഈ ടീമിലുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേനാണ് കഷ്ടം തോന്നുന്നത്. ജയിച്ച മത്സരം 2 മത്സരം കൊണ്ട് കളഞ്ഞതെന്ന് പറയേണ്ടിയിരിക്കുന്നു. 2 വിജയം കൊണ്ട് കളഞ്ഞു. എന്തായാലും വെളിയിലേക്കുള്ള വാതിൽ എന്തായാലും തുറന്ന് മലത്തിയിട്ടു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി എന്തായാലും ടാറ്റ ബൈ ബൈ കഥം. 2025 എല്ലാ കലാപരിപാടികളും രാജസ്ഥാന്റെ അവസാനിച്ചിരിക്കുന്നു. എന്നാ നല്ല മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു പറയേണ്ടിയിരിക്കുന്നു. ഇത്രയും ഗതികെട്ട ഒരു ടീമിനെ ലോകത്ത് കാണാൻ കിട്ടത്തില്ല. സത്യം പറഞ്ഞാൽ സഞ്ജു ഉണ്ടായിട്ട് മിക്കുള്ള മലയാളികളും ഈ ടീമിനെ ഫോളോ ചെയ്യുന്നത്. എന്തായാലും ഈ പ്രാവശ്യത്തെ എന്തായാലും കൊള്ളാം, വളരെ മനോഹരം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ ജയ്സ്വാളിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം. ആ ചെറുക്കൻ കഴിഞ്ഞ കളിയിൽ കളിക്കുന്നു, ഈ കളി കളിക്കുന്നു. 52 ബോളിൽ നിന്ന് ആ ചെറുക്കൻ 74 റൺസ് എടുത്തു. ഏകദേശം സ്കോർ ക്ലോസ് ആക്കി കൊണ്ട് തന്നിട്ട് ആ ചെറുക്കൻ ഔട്ട് ആകുമ്പോഴത്തേന് 161 നിൽക്കുമ്പോൾ ആ ചെറുക്കൻ ഔട്ട് ആവുന്നു. ഏകദേശം അവിടുന്ന് വെറും 20 റൺസോളം മതി. അതുപോലും ബാക്കിയുള്ള മഴവാഴകൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കഷ്ടം തന്നെ. ഞാൻ പരാഗെ, ഇന്ന് നീ ആ ഒരു ഷോട്ട് കളിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ആൾറെഡി ജയ്സ്വാൾ പോയി. അവൻ ഏകദേശം 18 ഓവർ വരെ കളിച്ചു തന്നു. ഈ മാച്ച് വിജയിപ്പിക്കേണ്ട ആവശ്യം നിനക്കായിരുന്നു. നീ ആയിരുന്നു ക്യാപ്റ്റൻ. ഈ മാച്ചിനെ വിജയിപ്പിക്കണമെന്ന് നിനക്കറിയാമായിരുന്നു. നീ 26 ബോളിൽ നിന്ന് 39 റൺസ് എടുത്ത് എന്ത് വാല്യൂ ഉണ്ട് ആ റൺസിന്? നിന്റെ ടീമിന്റെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ നിന്റെ ടീം പരാജയപ്പെട്ടു. നിന്റെ ടീം ഏകദേശം പുറത്തായി. ഇനി വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതുപോലത്തെ ഒരു ഇന്നിങ്സ് നീ കാഴ്ചവെക്കും. നിനക്കറിയാം നിന്റെ പുറയിലുള്ളവന്മാരുടെ അവസ്ഥ. ദുരജുറേലിന്റെ കാര്യം നിനക്കറിയാം, ഹിറ്റ്മറിന്റെ കാര്യം നിനക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് നീ നിന്റെ വിക്കറ്റും വലിച്ചെറിഞ്ഞിട്ട് പോവാം. നിസ്സാരമായിട്ട് നിന്റെ വിക്കറ്റും വലിച്ചെറിഞ്ഞിട്ട് നീ ജയ്സ്വാളിനെ കണ്ടു. അവൻ അറിയാമായിരുന്നു ഞാൻ നിന്നില്ലെങ്കിൽ ഈ ടീം ഇന്ന് ജയിക്കത്തില്ലെന്ന് അവൻ അറിയായിരുന്നു. അതുകൊണ്ട് അവൻ ആ 18ാമത്തെ ഓവർ വരെ അവൻ അവിടെ നിന്നു. അവനൊരു വിജയപ്രതീക്ഷ തന്നു. വിജയപ്രതീക്ഷ അല്ല, ടീം വിജയിക്കേണ്ടത്. അവിടുന്ന് തോക്കുവാൻ നിങ്ങൾക്കേ കഴിയത്തുള്ളൂ. ഈ രാജസ്ഥാന് മാത്രമേ കഴിയത്തുള്ളൂ. 20 റൺസ് 3 ഓവറിൽ എടുക്കാൻ കഴിയാത്ത ഒരു ടീം അത് നിങ്ങളുടെ ടീമാന്ന് പറയേണ്ടിയിരിക്കും. അത് രാജസ്ഥാനാണ്. നീ അടങ്ങുന്ന, ജുറേൽ അടങ്ങുന്ന, റയാൻ പരാഗ് അടങ്ങുന്ന, ഹിറ്റ്മർ അടങ്ങുന്ന ടീമിനെ ആ റൺസ് എടുക്കാൻ കഴിയാതുള്ളൂ. എന്തായാലും 11 കോടി രൂപ കൊടുത്ത് നിർത്തിയ ഒരാള് ജുറേൽ 5 ബോളിൽ 6 റൺസ്. നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ. അവസാനം ശുഭൻ ഡുബെ അടിക്കുന്നു, ഡബിൾ ഓടുന്നു. എന്തിനാ അവിടെ ഡബിൾ ഓടേണ്ട ആവശ്യം? നീ അവിടെ നിന്ന് നിനക്കേ ചിലപ്പോൾ ഒരു 6 അടിക്കാൻ കഴിയത്തുള്ളായിരുന്നു. ശിവൻ ഡുബെ ആർക്കറിയാം? ആരാണ് ശിവൻ ഡുബെ? നമ്മളൊന്നും കണ്ടിട്ടില്ല ശിവൻ ഡുബെയുടെ കളിയൊന്നും. നീ അവിടെ ശിവൻ ഡുബെ ഡബിൾ ഓടാൻ നേരം നീ റെഡിയാ. നമ്മുടെ തലേന്ന് എങ്ങനെങ്കിലും അങ്ങ് ഒഴിച്ചു വിടണമല്ലോ. നീ എന്റെ തലയിൽ വരാൻ പാടില്ല, അവൻ അടിച്ചില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ വന്നു 5 ബോൾ കളിച്ചു, 6 റൺസ് എടുത്തു. ഒരു 4 ഇല്ല, ഒരു 6 ഇല്ല. കൊള്ളാം, മനോഹരമായിട്ടുള്ള നല്ല സെലക്ഷനാണ്. എന്തായാലും 11 കോടിക്ക് ടീമിൽ നിലനിർത്തിയ ആളാ. എന്തായാലും മനോഹരമായ ഇന്നിങ്സ് കളിക്കുന്നു ഹിറ്റ്മർ. ഇതുപോലൊരു ഫിനിഷറെ കിട്ടത്തേയില്ല. നമുക്ക് ജോസ് ബട്ടർ ഒന്നും വേണ്ടാന്നേ, എടുത്ത് കള, വെളിയിലോട്ട് എടുത്ത് കള. നമുക്ക് അവിടെ ഹിറ്റ്മർ ഉണ്ട്. അവൻ അങ്ങോട്ട് നിന്ന് അവനൊരു അടി അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ കണ്ട എങ്ങനെ ടീമിനെ തോപ്പിച്ച് തരാമെന്ന് അവൻ കാണിച്ചു തന്നു. കഴിഞ്ഞ കളിയിൽ എല്ലാത്തിനെയും പിടിച്ച് റണ്ണൌട്ട് ആക്കി. ഇന്നത്തെ കളിയിൽ താണ്ട് കിടക്കുന്നു. ക്യാച്ചിങ് പ്രാക്ടീസിൽ കൊണ്ട് കൊടുക്കുന്ന പോലെ ക്യാച്ച് അടിച്ച് കയ്യിലോട്ട് കൊടുക്കുന്ന ഒരു താരം. ഇത്രയും മനോഹരമായ താരങ്ങളെയൊക്കെ നിലനിർത്തി ടീമിൽ എന്തായാലും കൊള്ളാം. നിലനിർത്തുന്നു, ജുറേലിനെ നിലനിർത്തുന്നു. ജോസേട്ടനെ വേണ്ട, ചവിട്ടി പുറത്താക്കുക. ജോസേട്ടൻ ഇന്ന് അവിടെ പോയി ടീമിനെ വിജയിപ്പിക്കുന്നു. 200 റൺസ് ചേസ് ചെയ്യാൻ വേണ്ടി 97 റൺസ് എടുത്ത് അവസാനം വരെ ക്രീസിൽ നിൽക്കുന്നു ജോസേട്ടനെയൊക്കെ കണ്ടുപടി. ജോസേട്ടനൊക്കെ രക്ഷപ്പെട്ടെന്ന് പറയണം ഈ ടീമിൽ നിന്ന് പോയത്. പിന്നെ ചഹാല് അവിടെ പോയാണ് 111 റൺസ് ഡിഫെൻഡ് ചെയ്യുന്നു. പ്രസിദ്ധ് കൃഷ്ണ ഇത് പർപ്പിൾ ക്യാപ്പ് ഹോൾഡറാണ്. ഈ ടീമിൽ കടന്നിരുന്നെങ്കിൽ അവരുടെയൊക്കെ അവസ്ഥ എന്തുമായിരുന്നു പറയാതിരിക്കാൻ വയ്യ. എന്നാലും കൊള്ളാം, നല്ല മനോഹരമായ ഒരു ഇന്നിങ്സ് ആയിരുന്നു എന്ന് പറയേണ്ടി. എന്നാലും ഇന്ന് സഞ്ജു കളിക്കാതിരുന്നുകൊണ്ട് എന്തായാലും നമുക്ക് സൂര്യവംശിയെ കാണാൻ കഴിഞ്ഞു. പുള്ളിക്കാരൻ വന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, എന്നെ ഇങ്ങനെ ബെഞ്ചിൽ എടുത്തേണ്ട ഒരുത്തരൊന്നും അല്ല. ജുറേലിനെക്കാട്ടി നല്ലപോലെ ഞാൻ കളിക്കും, ഹിറ്റ്മറിനെക്കാട്ടി നല്ലപോലെ ഞാൻ കളിക്കും. ആവേശ് ഖാനെ 6 അടിക്കുന്നു. ഷാദുൽ താക്കൂറിനെ ഫസ്റ്റ് ബോളിൽ 6 അടിക്കുന്നു. അവന്റെ ആ മെന്റാലിറ്റി ഒന്ന് നോക്കിക്കോണേ, അവൻ എന്തുമാത്രം സ്ട്രോങ് ആണെന്ന് നോക്കിക്കോണേ. നിങ്ങൾക്ക് ആവേശ് ഖാനെ ഒരു 9 റൺസ് എടുക്കാൻ വയ്യ. ആ ചെറുക്കൻ വന്ന് ഫസ്റ്റ് ബോളിൽ 6 അടിച്ചു. നിങ്ങളിപ്പം പറയാം ആവേശ് ഖാൻ ഭയങ്കര വലിയ ബോളറാന്നൊക്കെ. അത്ര വലിയ ബോളറൊന്നും അല്ല. നിങ്ങൾക്ക് കളിക്കാൻ അറിയത്തില്ല, നിങ്ങൾക്ക് ബാറ്റ് പിടിക്കാൻ അറിയാത്ത ജുറേൽ, ഹിറ്റ്മറിനെ കൂടെയുള്ളവന്മാരെയൊക്കെ ടീമിൽ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ സ്കോർ ഒന്നും ചേസ് ചെയ്യാൻ പറ്റത്തില്ല. നല്ലൊരു ഇന്നിങ്സ് എന്തായാലും സൂര്യവംശി കളിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത്ര നാളെ ബെഞ്ചിൽ ഇരുത്തിയത് എന്തായാലും വളരെ മോശമായി പോയി. ചെറുക്കനെ കളിപ്പിക്കേണ്ടതായിരുന്നു. നമ്മൾ മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞു ചെറുക്കനെ ഓപ്പണിംഗിൽ കൊണ്ടുവരണം, സഞ്ജു നമ്പർ 3 കളിക്കണമെന്ന്. എന്തായാലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. എന്തായാലും ഒരു തുടക്കക്കാരന്റെ ഒരു ഇന്നിങ്സ് എന്തായാലും മനോഹരമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കും. പിന്നെ നോക്കുവാണെങ്കിൽ IPL മാസ്റ്റർ ബോളർ സന്ദീപ് ശർമ്മ ഒരു ഓവറിൽ വിട്ടുകൊടുക്കുന്ന 27 റൺസാണ്. മില്ലർ ആയിരുന്നു അത് അടിച്ചിരുന്നെങ്കിൽ പോട്ടെ നോക്കാം. നിക്ലസ് പൂരനെ അടിച്ചെങ്കിൽ പോട്ടെ നോക്കാം. മിച്ചിൽ മാഷ അടിച്ചെങ്കിൽ പോട്ടെ നോക്കാം. മസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന അബ്ദുൾ സമദ് വന്ന് ഓരോ ഓവറിൽ 4 സിക്സ് അടിക്കുന്നു. അതായത് അവസാനത്തെ ഓവറിൽ 27 റൺസ് വഴങ്ങുന്നു. സന്ദീപ് ശർമ്മ എന്ന് പറഞ്ഞ വലിയ ഹൈ ക്ലാസ് ബോളർ.
എന്നാ പെർഫോമൻസ് ആണ് സന്ദീപ് ശർമ്മ. നീ ഇത്രയും വർഷമായിട്ട് IPL കളിക്കുന്നു, ഇന്റർനാഷണൽ മത്സരം ഇത്രയും വർഷമായിട്ട് നീ IPL കളിക്കുന്നു, നിനക്ക് ബോൾ ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെയാണ്. ഒരു ഓവർ 27 റൺസ് വഴങ്ങുന്നത്. ഒരു കാര്യമില്ലായിരുന്നു ഇന്ന് 27 റൺസ് ഒരു ഓവറിൽ വഴങ്ങേണ്ടത്. അത്രമാത്രം വലിയൊരു പ്ലെയർ ഒന്നും അല്ലായിരുന്നു അബ്ദുൾ സമദ്. നിനക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ നീ വേരിയേഷൻ കൊണ്ടുവരുന്ന ബോളിൽ ലോ ബോൾ ഇട്ട് കൊടുക്കുന്നു, ഫുൾ ടോസ് എറിയുന്നു. കഷ്ടം തന്നെ നിന്റെ കാര്യമെന്ന് പറയേണ്ടിയിരിക്കുന്നു. 19ാമത്തെ ഓവറിൽ ലക്നൌവിന്റെ സ്കോർ 153. അതായത് ആർച്ചർ വന്ന് കൊടുക്കുന്ന വെറും 7 റൺസാണ്. അവസാനത്തെ ഓവറിൽ കൂടിപ്പോയ ഒരു 10 റൺസ്, 163 റൺസ് മാക്സിമം. പക്ഷെ കൊടുത്തിരിക്കുന്ന റൺ 27 റൺസ്. ഇന്ന് നിങ്ങൾ പരാജയപ്പെടുന്ന 2 റൺസ്. അത് പരാജയത്തിന് മെയിൻ കാരണമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത്രയും ഒരു ഗതികെട്ട ടീം. നിങ്ങൾ എന്തിനാണ് ഈ സന്ദീപ് ശർമ്മ, കഴിഞ്ഞ കളിയിലെ എക്സ്പോസ് ആയ സന്ദീപ് ശർമ്മ, സൂപ്പർ ഓവറിൽ പോലും എറിയാൻ കഴിയാത്ത സന്ദീപ് ശർമ്മയെ റയാൻ പരാഗ് എന്തിനാണ് ലാസ്റ്റ് ഓവർ എറിയാൻ കൊടുത്തത്? ജോഫ് ആർച്ചറിനെ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി. ജോഫ് ആർച്ചർ നിങ്ങൾ ലാസ്റ്റ് ഓവർ കൊടുക്കണമായിരുന്നു. ദേശ്പാണ്ഡെ ഇന്ന് നല്ലപോലെ പെർഫോമൻസ് ചെയ്തു. ദേശ്പാണ്ഡെ ഇന്ന് ഉപയോഗിക്കണമായിരുന്നു. സന്ദീപ് ശർമ്മ ഇതിന് മുമ്പുള്ള ഓവറിലും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നു. ഒരു ഓവർ 27 റൺസ് ആണ് തോക്കുന്ന 2 റൺസിന്. ഇപ്പൊ നല്ലൊരു ബാറ്റിംഗ് പിച്ചായിരുന്നു. നിങ്ങൾ തുടക്കത്തിൽ നല്ല മനോഹരമായി ബോൾ ചെയ്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മിച്ചിൽ മാഷിനെ പുറത്താക്കുന്നു. ഏറ്റവും ഡേഞ്ചറസ് ബാറ്റ്മാനായ നിക്ലസ് പൂരനെ പുറത്താക്കുന്നു. എന്നിട്ട് നിങ്ങൾ സ്കോർ റിസ്ട്രിക്ട് ചെയ്ത് കൊണ്ടുവന്നു. ആദം ആക്രത്തിന്റെ വിക്കറ്റ് എടുക്കുന്നു, ആയുഷ് ബഡോണിയുടെ വിക്കറ്റ് എടുക്കുന്നു. അവിടെ ഡേവിഡ് മില്ലർ വന്ന് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. ഡേവിഡ് മില്ലറിന് കളിക്കാനേ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ഏകദേശം 8 ബോളിൽ 7 റൺസാണ് ഡേവിഡ് മില്ലർ എടുക്കുന്നത്. അതായത് 87 റൺസിന്റെ സ്ട്രൈക്ക് റേറ്റ്. അവിടുന്ന് നിങ്ങൾ അബ്ദുൾ സമദിന് ഒരു ഓവറിൽ 27 റൺസ് കൊടുക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. മനോഹരം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും രാജസ്ഥാൻ്റെ ഈ വർഷത്തെ പെർഫോമൻസ് എല്ലാ ക്രെഡിറ്റും ആർക്ക് ഞാൻ കൊടുക്കുമെന്ന് അറിയത്തില്ല. മാനേജ്മെന്റിന് കൊടുക്കണോ, സഞ്ജുവിനാണോ കൊടുക്കേണ്ടത്, റയാൻ പരാഗിനാണോ കൊടുക്കേണ്ടത്, രാഹുൽ ദ്രാവിഡിനാണോ? എന്നാൽ എല്ലാവരും കൂടെ ക്രെഡിറ്റ് കെട്ടിപ്പൊതിഞ്ഞ് വെച്ചോ. എന്തായാലും ഈ പ്രാവശ്യം എന്തായാലും പുറത്തേക്കുള്ള വാതിൽ എന്തായാലും തുറന്നു കിട്ടിയിട്ടുണ്ട്. ലക്നൌവിന്റെ പരിശോധിക്കുകയാണെങ്കിൽ അവസാനത്തെ 2 ഓവറിൽ 18ാമത്തെ ഓവറിൽ 5 റൺസ് വിട്ടു കൊടുക്കുന്നു, 2 വിക്കറ്റ് എടുക്കും. ഷിവാളിന്റെ വിക്കറ്റ് ഔട്ട് എടുക്കുന്നു റയാൻ പരാഗിന്. അവസാനത്തെ ഓവറിൽ 6 റൺസ് വിട്ടു, 9 റൺസ് ഡിഫെൻഡ് ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കും. 2 റൺസിന് തന്നെ ടീമിനെ വിജയിപ്പിച്ചു. സൂപ്പർ, നല്ല പെർഫോമൻസ് എന്ന് പറയേണ്ടി. ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. നല്ല രീതിയിൽ യോക്കർ എറിയുന്നു, ബോൾ എറിയുന്നു, വേരിയേഷൻ കൊണ്ടുവരുന്നു. സൂപ്പർ, മനോഹരമായി ബോൾ ചെയ്തു എന്ന് പറയുന്നത് ആവേശ് ഖാൻ. സൂപ്പർ, നല്ല വിജയത്തിന്റെ ക്രെഡിറ്റ് കൊടുക്കണമെങ്കിൽ ആവേശ് ഖാനും കൊടുക്കണം, അബ്ദുൾ സമദിനും കൊടുക്കണം. അബ്ദുൾ സമദ് ആ കളിച്ച ഒരു ഇന്നിങ്സ് 10 ബോളിൽ 30 റൺസ്, മാച്ച് ചേഞ്ച് ചെയ്ത ഒരു ഇന്നിങ്സ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അബ്ദുൾ സമദ് അവിടെ ആ ഒരു സ്കോർ ചെയ്തില്ലായിരുന്നു. സൂപ്പറായിട്ട് 160 കൂടുതൽ പോകേണ്ട ഒരു സ്കോറേ അല്ലായിരുന്നു. അതുപോലെ തന്നെ ആയുഷ് ബഡോണി സൂപ്പർ, നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു. 34 ബോളിൽ 50 റൺസ് എടുക്കുന്നു. ആക്രം 45 ബോളിൽ 66 റൺസ് എടുക്കുന്നു. പോയിന്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ ലക്നൗ 4ാം സ്ഥാനത്തും രാജസ്ഥാൻ റോയൽസ് 8ാം സ്ഥാനത്തും നിലനിൽക്കുന്നു.